നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ബെല്ലാമിനകൾ നിന്നെ കാത്തിരിക്കുക. എന്ത് സമാധാനം പറയാന്നറിയാതെ പേടിച്ച് നിൽക്കായിരുന്നു ഞങ്ങള്. മഹാ അത്ഭുതം പോലെ ദാ ഇപ്പൊ നിന്നെ കിട്ടിയത്. വാ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോ. എവിടെ പോ? വീട്ടില്. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം. കാറിൽ കയറാം, പക്ഷെ എവിടെ പോണെന്ന് ഞാൻ തീരുമാനിക്കും. നീ തന്നെ ഡ്രൈവ് ചെയ്തോ, ഇല്ലെങ്കിലേ നിയന്ത്രണം വിട്ട് കാർ ആക്സിഡന്റ് ആവും. മീര, എനിക്ക് മരണത്തെ പേടിയില്ല, അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. പക്ഷെ നിനക്ക് ജീവിക്കാൻ കൊതിയുണ്ട്, നീ ജീവിക്കണം. മീര, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാർ എടുക്ക്. വണ്ടി എടുക്ക്. ഹലോ മുരളേട്ട. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ മുരളേട്ട? മീരയെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ആണോ? ആ അതെ, മീര നന്ദനെ വിളിച്ചിരുന്നു. നന്ദൻ മീരയുടെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. മീരയും വിളിച്ച് അവൻ ഉടനെ വീട്ടിലേക്ക് വരും. സമാധാനമായി. എവിടെയാ മീര ഉള്ളത്? ആ, ഇവിടെ അടുത്തുനിന്ന് എവിടെ തന്നെയാ വിളിച്ചത്. വൈകാതെ എത്തും. തൽക്കാലം അവിടെ ആരോടും പറയണ്ട. ദേവിയൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞത്. സത്യം പറഞ്ഞ വലിയൊരു ആശ്വാസമായി മുരളേട്ട. മീരെ കാണാതെ ഇന്നലെ രാത്രി ഒന്നും ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഓ, സമാധാനായി. ദേവിക്ക് മാത്രമല്ല, ഞങ്ങൾക്കും സമാധാനമായി. ആ, ഒരു മിനിറ്റ്. ഞാൻ ഗൗരിയാ. ആ ഗൗരി. അല്ല, മീര തിരിച്ചു വന്നത് ആശ്വാസമായെന്ന് മുരളേട്ടൻ പറഞ്ഞത് കേട്ടു. പക്ഷെ വല്ലാതെ അങ്ങ് ആശ്വസിച്ച് കളയണ്ടെന്നാ ഞാൻ പറയുന്നത്. അതെന്താ? മീര തിരിച്ചു വരില്ലേ ചന്ദ്രത്തേക്ക്? മുമ്പൊക്കെ സത്യം മനസ്സിലാക്കാത്തൊരു മണ്ടിയായിരുന്നു മീര. പക്ഷെ ഇപ്പോ അവൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് മടങ്ങുന്ന മീരയാ. അവളുടെ മനസ്സിൽ ഒരുപാട് കണക്കൂട്ടലുകളും ഉണ്ടാവും. ഓരോ ചുവടും എങ്ങനെ വെക്കണം, ഓരോ തീരുമാനങ്ങളും എങ്ങനെ നടപ്പിലാക്കണം എന്നൊക്കെ അളന്നു കുറിച്ചിട്ടാവും അവളുടെ വരവ്. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാം അറിഞ്ഞിരിക്കാനും അത്യാവശ്യം ഒരുങ്ങിയിരിക്കാനുള്ള സൂചന തന്നതാ. മനസ്സിലാവുന്നുണ്ട് ഗൗരി. ശരി, അവര് വന്നു കഴിഞ്ഞ ശേഷം കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വിളിച്ച് പറയണം. ശരി. എന്നാ വെച്ചോ. കൂടുതൽ അപകടങ്ങളുമായിട്ടാണോ മീരയുടെ തിരിച്ചുവരവ്? ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക.